നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് NBSൽ നിന്നും പാർഷ്യൽ വിഡ്രോവൽ എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചാണ്. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഗൂഗിളിൽ പോയി NSDL CRA എന്ന് ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് റിസൾട്ടായിട്ട് NBSൻ്റെ ആ ഒരു വെബ്സൈറ്റ് കാണാൻ കഴിയുന്നതാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഒരു വിൻഡോ കണ്ടു. പുതിയൊരു വിൻഡോ ഓപ്പണായിട്ട് വന്നു. അതിൽ സബ്സ്ക്രൈബേഴ്സ് ലോഗിനിലാണ് നമ്മൾ കയറേണ്ടത്. അതായത് ഏറ്റവും മുകളിൽ വരുന്നത്. ആ ഒരു സബ്സ്ക്രൈബേഴ്സ് ലോഗിനിൽ നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് നമ്മൾ ആദ്യമേ മുകളിൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ NBS എന്ന് സെലക്ട് ചെയ്ത് നമ്മുടെ പ്രാൻ നമ്പരും പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപ്ച ഇവിടെ ഒരു കാൽക്കുലേഷനാണ്. അത് കാൽക്കുലേഷൻ 23+5 ഞാൻ അവിടെ 28 അവിടെ എൻ്റർ ചെയ്ത് ആ ഒരു ഡിക്ലറേഷനിൽ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ ഒരു ഡിക്ലറേഷനിൽ ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി നമ്മളുടെ ആ ഒരു ലോഗിനിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതിൽ കാണുന്നത് ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമ്മൾ പാർഷ്യൽ വിഡ്രോവൽ ഓപ്ഷൻ വരുന്നത് മാനേജ് മൈ വിഡ്രോവൽ എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ആ മെനുവിൽ ഏറ്റവും അവസാനത്തെ മെനുവിലാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. അങ്ങനെ ഞാൻ ഒരു മാനേജ് മൈ വിഡ്രോവൽ എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്ന് ടയർ 1 പാർഷ്യൽ വിഡ്രോവൽ എന്നതിൽ നിന്നും ഇനിഷ്യേറ്റ് റിക്വസ്റ്റ് ആ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കൊരു കുറേ കാര്യങ്ങളൊക്കെ അത് വന്നു. അത് ജസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അത് നമ്മൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇനി നമ്മളുടെ ആ ഒരു പ്രാൻ നമ്പർ അവിടെ ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം ആ ഒരു സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പുതിയൊരു വിൻഡോ ഓപ്പണായിട്ട് വന്നു. അതിൽ നമ്മളുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. നിലവിൽ നമ്മൾ എത്ര രൂപയാണ് സെൽഫ് കോൺട്രിബ്യൂഷൻ നമ്മൾ ഇട്ട തുകയുടെ പരമാവധി 25% വരെയാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ എത്ര രൂപ ഇതുവരെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വരും. അതിന് തൊട്ട് താഴെ നമ്മൾ ഇതിനു മുമ്പ് പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വരും. ഈ ഒരു വ്യക്തി വിഡ്രോ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവിടെയാണ് 0 വന്നത്. ഇനി അതിന് ശേഷം അവൈലബിൾ വിഡ്രോവൽ എമൗണ്ട് അവിടെ കറക്റ്റ്, അതായത് നമ്മൾ വേറൊന്നും വിഡ്രോ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇട്ട എമൗണ്ടിൻ്റെ 25% നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയുന്നത്. അതിൽ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ 1 മുതൽ 25 വരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പം ഈ വ്യക്തിക്ക് 25% പിൻവലിക്കേണ്ടത്. അതായത് പരമാവധി തുക തന്നെ പിൻവലിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു പെർസെൻറ്റേജ് എന്ന ഭാഗത്ത് ഞാൻ ഇവിടെ 25 ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഏറ്റവും അവസാന ഭാഗത്ത് ഈ വ്യക്തിക്ക് എത്ര രൂപ പരമാവധി കിട്ടും എന്നത് അടിയിൽ ലിസ്റ്റ് ചെയ്യുന്നത് കാണാം. അതിനുശേഷം നമ്മൾ ആ ഒരു റീസൺ എന്ന ഭാഗത്ത് എന്ത് റീസൺ കൊണ്ടാണ് ഈ ഒരു പാർഷ്യൽ വിഡ്രോവൽ നടത്തുന്നതെന്ന് നമ്മൾ അതിനകത്ത് ഓരോരുത്തരുടെ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ വ്യക്തിയുടെ നമ്മൾ മുമ്പേ കണ്ട വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഈ വിവരങ്ങളൊക്കെ കാണാൻ കഴിയുന്നതാണ്. ഇതെല്ലാം കൃത്യമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഒരു സെലക്ട് ഫയൽ ടു അപ്ലോഡ് ഉണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും തന്നെ നിലവിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ജസ്റ്റ് മാൻഡേറ്ററി അല്ലെന്ന് തൊട്ട് താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി ആ ഒരു താഴ്ഭാഗത്തുള്ള കൺഫേം ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വീണ്ടും ഈ ഒരു സെയിം വിൻഡോ തന്നെ നമുക്ക് വരുന്നത് കാണാം. അതിൽ നമ്മൾ ആ ഒരു ഡിക്ലറേഷൻ, നമുക്ക് ആ ഡിക്ലറേഷൻ ബൈ ദ സബ്സ്ക്രൈബർ എന്ന ഭാഗത്ത് ആ ഒരു ടിക്ക് ചെയ്ത് നമ്മൾ ഓൺലൈൻ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റക്കായി നിന്ന് നമ്മൾ ബാങ്ക് അക്കൗണ്ട് വെരിഫൈഡ് എന്ന് പറയുന്നൊരു മെസ്സേജ് നമുക്കവിടെ വരുന്നതായിട്ട് കാണാൻ കഴിയുന്നതാണ്. അതിന് ശേഷം നമ്മൾ കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളുടെ ആ ഒരു വിൻഡോയിൽ വന്ന ആ ഒരു പോപ്പപ്പ് നമ്മൾ ജസ്റ്റ് പ്രൊസീഡ് കൊടുത്ത് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയുക. അതിന് ശേഷം ആ ഒരു വിൻഡോയിൽ പ്രാൻ നമ്പർ, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് നെയിം, അക്നോളജ്മെൻറ്റ് നമ്പറൊക്കെ വരുന്ന കാണാം. അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസിൻ്റെ താഴ്ഭാഗത്തായിട്ട് ക്ലിക്ക് ഹിയർ ടു വ്യൂ വിഡ്രോവൽ ഫോം, ഇവിടെ നിന്നും നമുക്ക് ആ ഒരു വിഡ്രോവൽ ഫോം ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അതല്ല എങ്കിൽ OTP ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷവും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ജസ്റ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് സൂക്ഷിക്കുക. അതിനുശേഷം നമുക്ക് OTP മുഖേനയോ ഇ-സൈൻ മുഖേനയോ നമ്മളുടെ ഈ ഒരു അപേക്ഷ നമുക്ക് ട്രഷറിയിലോട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്ക് ഒന്നുകിൽ OTP സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇ-സൈൻ എന്ന് പറയുന്നത് നമ്മൾ ആധാർ നമ്പർ വെച്ച്
ഇ സൈൻ ചെയ്യുന്നതാണ്. അതിനൊരു പേയ്മെൻ്റ് ഉണ്ട്. ചെറിയൊരു പേയ്മെൻറ്റ് വരും. ജസ്റ്റ് നമുക്ക് OTP തന്നെ കൊടുക്കുന്നതാണ് എളുപ്പം. ഞാനവിടെ ആ ഒരു OTPയിൽ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ടു OTP ഓതൻറ്റിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ മൊബൈൽ നമ്പറിലും ഇമെയിൽ ഐഡിയിലും നമുക്ക് 2 OTP ലഭിക്കുന്നതാണ്. ആ 2 OTP നമ്മൾ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് OTP എന്ന് കൊടുക്കുന്നതോടുകൂടി ഈ ഒരു അപേക്ഷ സബ്മിറ്റ് ആകുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു ഏറ്റവും താഴ്ഭാഗത്തു നിന്നുള്ള ഡൗൺലോഡ് വിഡ്രോവൽ ഫോം എന്ന ഭാഗത്ത് നിന്നും നമ്മൾ മുമ്പേ ഡൗൺലോഡ് ചെയ്ത് വെച്ച അതേ ഒരു ഫോമാണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്ക് ഒരു DDയോടെ കവർ ലെറ്റർ സഹിതം നമ്മളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, നമ്മളെ പാൻ കാർഡിൻ്റെ കോപ്പി, അതും നമ്മളുടെ DDയോടെ കവർ ലെറ്ററും സഹിതം നമ്മൾ സാലറി വാങ്ങുന്ന ട്രഷറിയിൽ കൊടുക്കുക. ട്രഷറി ഓഫീസർ അത് ഓതറൈസ് ചെയ്യുന്ന മുറയ്ക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ വരുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.